ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ആ പാഠത്തിലെ കുറച്ച് ഭാഗങ്ങൾ കൂടെ നമുക്ക് തീർക്കാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് സമയം കളയാതെ നോക്കാം. പിന്നെ തന്നെയുമല്ല, ഈ പാഠത്തിൽ പഠിച്ച ജനറൽ പ്രിൻസിപ്പിൾ പൊതു തത്വങ്ങളെല്ലാം നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, പേജ് നമ്പർ 126 രണ്ടാമത്തെ കണക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. റൈറ്റ് ഈച്ച് നമ്പർ ബിലോ ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. ചുവടെയുള്ള സംഖ്യകളെ വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. നമുക്ക് നോക്കാം. 15 സ്ക്വയർ വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതിയായി എഴുതണം. അപ്പം നമുക്ക് 15 കിട്ടണ ഏതൊക്കെയാന്ന് നോക്കാം. 1ഉം 15ഉം 1 അഭാജ്യസംഖ്യ അല്ലല്ലോ, വിട്ടു, ആ ജോഡി അങ്ങ് വിട്ടു. അടുത്തത് നോക്കാം. 3 ഗുണിക്കണം 5 അല്ലേ, 15 ആണല്ലോ. 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. അപ്പം നമുക്ക് എഴുതാം 3 × 5 പോരാ, ഇത് ഓൾ സ്ക്വയർ ആണ് അല്ലേ, ഇത്രയുമാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ അതിനെ ഒന്ന് ശരിപ്പെടുത്തി എഴുതാം. 3 × 5 ഓൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എഴുതാം എന്താണ്, 3 സ്ക്വയർ ഗുണിക്കണം 5 സ്ക്വയർ. ഇതാണ് എന്ത്, 15 സ്ക്വയർ എന്ന് പറയുന്നത്. വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതിയായി നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തതൊന്ന് നോക്കാം. 30 സ്ക്വയർ. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടാവും 2 × 15 അല്ലേ? ശരിയാണ്. 2 ഗുണിക്കണം 15 ഓൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ. 2 15 30 30 സ്ക്വയർ ആയി അല്ലേ? ഇനി നമുക്ക് എന്ത് എഴുതാം, 2 സ്ക്വയർ ഗുണിക്കണം 15 സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇവിടെ ഇത്തിരി ഗുലുമാല കുറച്ചും കൂടെ കൂടുതലുണ്ട് അല്ലേ? ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കും, എന്നിട്ട് കുറച്ച് വിഷമത്തിലേക്ക് ഇങ്ങനെ കയറും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അത് നമ്മുടെ മനസ്സിലേക്ക് ചിട്ടയായി ഓർമ്മ വരും. നമുക്കത് നോക്കാം. ആദ്യം 12 സ്ക്വയർ എടുക്കാം. 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എനിക്കറിയാം 3 × 4 ആണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ 4 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. 4 അഭാജ്യ സംഖ്യ അല്ല, പ്രൈം നമ്പർ അല്ല. അപ്പം 4നെ നമുക്ക് പ്രൈം ആക്കണം. 4നെ പ്രൈം ആക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ്, 2 ഗുണിക്കണം 2 ആണ് എന്ത്, 4. അപ്പം നമുക്കത് ഒന്നും കൂടെ ചുരുക്കി എഴുതാം. നമുക്ക് എഴുതാം എന്ത്, 2 സ്ക്വയർ അല്ലേ? ഇനി ഇതിനെ ഓൾ സ്ക്വയർ ആക്കി എഴുതുക. 3 4 ഇവിടെ 12 ഓൾ സ്ക്വയർ. ഈ സ്ക്വയർ ഇതിൻ്റെയാണ്. ഓക്കെ ആണല്ലോ? ഗുണിക്കണം. അടുത്തത് 21 ആണ്. അപ്പൊ 21നെ നമുക്ക് എങ്ങനെ എഴുതാം, 3 × 7 ഓൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ഇനി ഇത് നിങ്ങൾ അടിയിൽ എഴുതിയാൽ മതി കേട്ടോ. എനിക്ക് അടിയിൽ എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്കിതിനെ ഒന്നും കൂടെ മാറ്റി എഴുതാം. 3 സ്ക്വയർ അല്ലേ, 3 സ്ക്വയർ ഗുണിക്കണം 3 സ്ക്വയർ എഴുതി. ഇനി 2 സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പൊ 2 × 2 എത്രയാ വരിക, 4. 2 × 4 ഇത് ആയിത്തത് ഗുണിക്കണം. ഇനി ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 3 സ്ക്വയർ ഗുണിക്കണം 7 സ്ക്വയർ. 3 സ്ക്വയർ ഗുണിക്കണം 7 സ്ക്വയർ. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും ഇതിൽ 2 സ്ഥലത്ത് 3 ഉണ്ട്. ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ ചുരുക്കി അങ്ങോട്ട് എഴുതാം. അപ്പം 3 സ്ക്വയറും 3 സ്ക്വയറും തമ്മിൽ ഗുണിക്കുമ്പോൾ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടണം. അപ്പം 3 2 2 2 2 4. 3 4 ഗുണിക്കണം 2 ഇവിടെ വേറെ 2 ഇല്ല, അതുകൊണ്ട് 2 4 ഗുണിക്കണം. അടുത്തത് എന്താ വരിക, 7 സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ ആയോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. അപ്പം നമുക്കിവിടെ നോക്കാം. 12 സ്ക്വയർ. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 4. 4നെ നമ്മളിവിടെ എഴുതി 2 സ്ക്വയർ. അപ്പം നമുക്ക് എളുപ്പം അല്ലേ? അപ്പം 3 × 2 സ്ക്വയർ ആണ് 4. 3 × 4 12.
ഓൾ സ്ക്വയർ ഗുണിക്കണം. ഇനി 21 ക്യൂബാണ്. 21 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 7 ആണ് 21. എന്നിട്ട് ഓൾ ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ ആയല്ലോ. ഇനി നമുക്കിവിടെ എഴുതാം 3 സ്ക്വയർ ഗുണിക്കണം 2 സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പം 2⁴ 2⁴ ഗുണിക്കണം. ഇത് തീർന്നു. ഗുണിക്കണം. ഇവിടെയോ 3 ക്യൂബ് ഗുണിക്കണം 7 ക്യൂബ്. ഇനി നമുക്കറിയാം ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, ഇവിടെ 3 ക്യൂബ് ഉണ്ട്. പിന്നെ 2ഉം 7ഉം ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. അപ്പം അതിൽ വലിയ പ്രശ്നമില്ല. അപ്പം നമുക്ക് എഴുതാം 3⁻, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പം 3 സ്ക്വയർ ഗുണിക്കണം 3 ക്യൂബ് സമം 3⁵5. 2 3 5. അപ്പം 3⁵5 ഗുണിക്കണം. ഇവിടെ 2⁴ വേറെ 2 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 2⁴ ഗുണിക്കണം. അടുത്തത് ഈ 3 ക്യൂബ് നമ്മൾ കഴിഞ്ഞു. ഇനിയുള്ളത് 7 ക്യൂബാണ്. വേറെ 7 ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് തന്നെ എഴുതി വെക്കാം. 7 ക്യൂബാണ് ആൻസർ വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഈ ചോദ്യത്തിൽ ഇത് രണ്ടും ചെയ്യാൻ നമുക്ക് വലിയ പ്രശ്നമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഈ 2 ചോദ്യങ്ങളാണ് കൃത്യമായി നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതും ചെയ്യാം, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി ഈ പാഠത്തിൽ നമുക്ക് എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കണ്ടേ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കാരണം എക്സാം ആണ് വരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കതിലേക്കൊന്ന് നടക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് x⁻m ഗുണിക്കണം x⁻n സമം. നിങ്ങളുടെ മനസ്സിൽ ഓടി എത്തിയിട്ടുണ്ടാവും x⁻m + n ആണ്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 10⁵5 ഗുണിക്കണം 10⁻2 സമം 10⁻5 കൂട്ടണം 2 സമം 10⁻7 ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് x⁻m/x⁻n സമം നമ്മൾ പഠിച്ചു എന്താണ് x⁻m - n. പക്ഷെ ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. m എന്തായിരിക്കണം? വലുതായിരിക്കണം n-നേക്കാളും. m ഗ്രേറ്റർ ദാൻ n. എക്സാമ്പിൾ നോക്കിയാലോ. 8⁻10/8⁻5 സമം. ഇവിടെ 10 വലുതാണ്. എക്സ്പോണന്റ് ന്യൂമറേറ്റർ അംശത്തിലുള്ള കൃത്യംഗമാണ് വലുത്. അതുകൊണ്ട് 8⁻10 - 5 സമം 8⁻5 ആണ് വരുന്നത്. ഇനി അടുത്തതിൽ നമുക്ക് കാണാം m ചെറുതാണ് എന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? 1/x⁻n നിന്നാണ് കുറയ്ക്കുക. n - m ആണ് വരുന്നത്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 7⁻5/7⁻12. അപ്പം എന്താണ് വരിക? 1/7⁻12 - 5 സമം 1/7 എത്രയാ വരിക? 7 ആണ് വരിക. 12ൽ നിന്ന് 5 പോയാൽ 7 ആണ് വരിക. ഇനി നിങ്ങളോട് ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കാം. ഇവിടെ നമ്മൾ ഈ നിയമം പഠിച്ചതിൽ m-ഉം n-ഉം തുല്യമാണെങ്കിൽ ഇവിടെ നമുക്കറിയാം x⁻8/x⁻8 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോയാൽ 1 കിട്ടും അല്ലേ? നമുക്കല്ലാതെ നോക്കാം. x⁻8 കുറയ്ക്കണം 8 സമയം എന്താ വരിക? x⁻0. x⁻0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അതായത് നമുക്കിവിടെ വെട്ടി നോക്കാം. ഇതും വെട്ടിപ്പോയി. അപ്പം നമുക്ക് എന്താ വരിക? 1. അപ്പം 8ൽ നിന്ന് 8 കുറച്ചാൽ എന്താണ് വരിക? 0. അപ്പം 0 കൃത്യംഗം വന്നാൽ അതിൻ്റെ വില എന്താ വരിക? 1. അത് ഞാനൊരു അധിക വിവരം പറഞ്ഞു തന്നാണ്. ഓക്കെ, അടുത്തത് നാലാമതായി നമ്മൾ പഠിച്ചത് x⁻n y⁻n സമം xy⁻n. അതായത് 7⁻2 ഗുണിക്കണം 3⁻2 സമം 7 × 3⁻2 സമം 21⁻2 ആണ് വരുന്നത്. ഓക്കെ ആയല്ലോ? ഇതൊക്കെ ഒന്ന് ഇപ്പം പഠിച്ചത് തന്നെയാണ്. അടുത്തത് x⁻m⁻n സമം x⁻m ആണ് വരുന്നത്. അതായത് 2⁻10⁻5 സമം 2⁻10 ഗുണിക്കണം 5 സമം 2⁻50 ആണ് വരുന്നത്. ഇവിടെ നമുക്കിനി വേറെ ചുരുക്കാനില്ല.
എം ഗുണിക്കണം n mn, അതിനിടയ്ക്കുള്ള ഗുണന ചിഹ്നത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിച്ചത്. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, അന്തസത്ത എന്നൊക്കെ പറയില്ലേ, ഇതിൽ പഠിക്കേണ്ട കാര്യം ഇതാണ്. ഈ നിയമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ഇതോടുകൂടി നമ്മുടെ ആ പാഠഭാഗം തീരുകയാണ്. എൻ്റെ ജോലി തീർന്നു. ഇനിയുള്ള ജോലി ആരുടെയാ? നിങ്ങളുടെ ജോലി. അപ്പം കഴിയുന്നത് പോലെ അടുത്ത പാഠഭാഗവും ചെയ്തിടണമെന്നുണ്ട്. ഏതായാലും നന്നായിട്ട് പഠിക്കുക. സ്റ്റഡി വെൽ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡു യുവർ ഡ്യൂട്ടി, ദാറ്റ് ഈസ് യുവർ ബ്യൂട്ടി. അധ്യാപകരാണെങ്കിൽ അവരുടെ ജോലി പഠിപ്പിക്കുകയാണ്, കുട്ടികളാണെങ്കിൽ പഠിക്കുകയാണ്, മാതാപിതാക്കളാണെങ്കിലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിജയം കിട്ടുന്നത്. അപ്പം വിജയത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ്, പ്രാക്ടീസ്, മോർ പ്രാക്ടീസ്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുക, ഉന്നത വിജയം നേടുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.